planning to pursue masters in UK but confused ആണ് ഏത് masters ആണ് better career opportunities, better salaries, future scope ഉള്ളത്, then this video is for you. നിങ്ങൾ എന്നെ first time ആണ് കാണുന്നതെങ്കിൽ hi, I am Abhin. I am a study abroad coach. I help students to take career based decisions on study abroad. Now let's get started and stay till the end. So first in the list is business analytics. രണ്ട് major reasons ആണ് UK business analytics ന് top notch ഒരു destination ആവുന്നത്. First reason, 98% ബിസിനസ്സും ഡിസിഷൻ മേക്കിങ്ങിന് ബിസിനസ് അനലിറ്റിക്സ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 വർഷം കൊണ്ട് 30% ആണ് ബിസിനസ് അനലിറ്റിക്സ് പ്രൊഫഷണൽസിൻ്റെ എംപ്ലോയബിലിറ്റിയിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. ടോപ്പ് ഹയറിംഗ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഫിനാൻസ് സെഗ്മെൻറ്റിൽ ബാർക്ലേസ്, HSBC, PwC. ടെക് സെഗ്മെൻറ്റിൽ ഗൂഗിൾ, ആമസോൺ, IBM. കൺസൾട്ടിങ്ങിൽ മെക്കൻസി, ഡിലോയിറ്റ്, EY. ആവറേജ് സാലറീസ് 45,000 to 80,000 ആണ് വരുന്നത്. അടുത്ത 10 വർഷത്തേക്കുള്ള ഫ്യൂച്ചർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അനലിറ്റിക്സ് ജോബ് മാർക്കറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എബൌട്ട് 25% ആണ് ആനുവലി UK വരുന്നത്. സോ ദാറ്റ് ഈസ് വെരി ഹ്യൂജ്. ബിസിനസ് അനലിറ്റിക്സ് കരിയർ മേഖല UK മാത്രമല്ല ലോകമെമ്പാടും ഹൈലി ഗ്രോത്ത് റേറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് മൾട്ടിപ്പിൾ വീഡിയോസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക്സ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. യു ക്യാൻ ഓൾസോ ചെക്ക് അവർ പ്ലേലിസ്റ്റ്. സെക്കൻഡ് ഇൻ ദിസ് കാറ്റഗറി ഈസ് സൈബർ സെക്യൂരിറ്റി. രണ്ട് മേജർ റീസൺസ് കൊണ്ടാണ് സൈബർ സെക്യൂരിറ്റി അത്രയും പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് മാറുന്നത്. ഫസ്റ്റ് റീസൺ ബീയിങ്, ഇപ്പോൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ, അതായത് 2025 ഫെബ്രുവരിയിൽ അറൗണ്ട് 10,000 അൺഫിൽഡ് വേക്കൻസീസ് ആണ് സൈബർ സെക്യൂരിറ്റി മേഖലയിൽ കറൻ്റ്ലി ആസ് ഓഫ് നൗ UK അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 2030 അകം തന്നെ UK ഗവൺമെൻറ് ഈ സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 2.6 ബില്യൺ പൗണ്ട്സ് ആണ്. അത് 1.5 ലെവല് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. സോ ദാറ്റ് മീൻസ് അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പം അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസും ആ സെഗ്മെൻറ്റിൽ ഷുവർ ഷോട്ടാണ്. ഈ സെഗ്മെൻറ്റിലെ ടോപ്പ് എംപ്ലോയേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഡിലോയിറ്റ്, PwC, UK ഗവൺമെൻറ്, GCHQ. ആവറേജ് സാലറീസ് വരുന്നത് 50,000 to 90,000 പൗണ്ട്സ് പെർ ആനമാണ്. 2030 വരെ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഡിജിറ്റൽ വേൾഡിലാണ് ജീവിക്കുന്നത്. സോ സൈബർ സെക്യൂരിറ്റി ഈസ് അൺഅവോയ്ഡബിൾ. ഏത് സെഗ്മെൻ്റ് ആണെങ്കിലും സൈബർ സെക്യൂരിറ്റി ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയും തോറും അറൗണ്ട് 10 to 15% ഈ സെഗ്മെൻറ്റിലുള്ള ആവറേജ് സാലറീസും ഹൈക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നൗ തേർഡ് ഇൻ ദിസ് സെഗ്മെൻറ്റ് ഈസ് AI ആൻഡ് ഡാറ്റാ സയൻസ്. രണ്ട് ഇമ്പോർട്ടൻറ്റ് റീസൺസ് ആണ് ഈ സെഗ്മെൻറ്റിനെ അത്രത്തോളം വലുതാക്കുന്നത്. ഫസ്റ്റ് ബീയിങ് UK ഗവൺമെൻറ് ഓൾറെഡി 1 ബില്യൺ പൗണ്ട്സ് ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസും പൊട്ടൻഷ്യലും ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. നെക്സ്റ്റ് ദി സെക്കൻഡ് റീസൺ ബീയിങ്, കഴിഞ്ഞ ഒരു 5 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 50% പ്ലസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. അത് ഇനിയും നല്ല രീതിയിൽ കൂടുമെന്ന് തന്നെയാണ് സ്റ്റാറ്റ്സ് സൂചിപ്പിക്കുന്നത്. ടോപ്പ് റിക്രൂട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ, ഡീപ് മൈൻഡ്, മൈക്രോസോഫ്റ്റ്, ആമസോൺ, HSBC, NHS. ആവറേജ് സാലറീസ് വരുന്നത് 45,000 പൗണ്ട്സ് ടു 90,000 പൗണ്ട്സ് പെർ ആനമാണ്. ഫ്യൂച്ചർ സ്കോപ്പിനെ പറ്റി നോക്കുമ്പം 10 വർഷത്തേക്കൊന്ന് തിങ്ക് ചെയ്യേണ്ട. ഓരോ വർഷവും അറൗണ്ട് 30% പ്ലസ് ആണ് AI റിലേറ്റഡ് ജോബ്സ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇത് 1.5 ഒരു സെഗ്മെൻറ്റ് തന്നെയാണ് ഫോർ ദ റൈറ്റ് കാൻഡിഡേറ്റ്. നൗ ഫോർത്ത് ഇൻ ദിസ് ലിസ്റ്റ് ഈസ് MBA, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ടോപ്പ് 2 റീസൺസ്, നിരവധി UK ബിസിനസ് സ്കൂൾസ് ആണ് ടോപ്പ് 10 ഗ്ലോബൽ ബി സ്കൂൾസിൻ്റെ ആ റാങ്കിങ്ങിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ 95% ഗ്രാജുവേറ്റ്സും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി പഠിക്കുന്നവർ നല്ല രീതിയിൽ വിത്തിൻ 3 months തന്നെ എംപ്ലോയിഡ് ആയിട്ട് കാണുന്നുണ്ട്. MBA എന്ന് പറയുമ്പോൾ MBA UK സെനാരിയോയിൽ അതൊരു ജനറിക് ടേമാണ്. ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻ്റ് ഉണ്ട്, മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെൻ്റ് ഉണ്ട്, അതുപോലെ MSc ബിസിനസ് മാനേജ്മെൻറ്റ്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് റൈറ്റ് യൂണിവേഴ്സിറ്റിയും റൈറ്റ് പ്രോഗ്രാമും അല്ല സെലക്ട് ചെയ്യുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ഒരു കാരണവശാലും എത്തിച്ചേരുകയില്ല. ഈ സെഗ്മെൻറ്റിലെ ഹയസ്റ്റ് പേയിങ് റിക്രൂട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കൺസൾട്ടിംഗ് സെഗ്മെൻറ്റിലെ ടോപ്പ് 3 ബിഗ്ഗസ്റ്റ് ജൈൻസ് BCG, മെക്കൻസി, ബെയിൻ. ഫിനാൻസ് സെഗ്മെൻറ്റിലാണെങ്കിൽ ഗോൾഡ്മാൻ സാക്സ്, മോർഗൻ സ്റ്റാൻലി. ടെക് സെഗ്മെൻറ്റിൽ ആമസോൺ, ഗൂഗിൾ. ആവറേജ്
സാലറീസ് വരുന്നത് 60,000 to 1,20,000 പൗണ്ട്സ് പെർ ആനുമാണ്. ഫ്യൂച്ചർ സ്കോപ്പ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ MBAയും അതുപോലെ തന്നെ മറ്റ് മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസിൻ്റെയും ഒരു 20% പ്ലസ് ഡിമാൻഡാണ് ബൈ 2030 പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. UK-യിൽ MBAയോ അതുപോലുള്ള മാനേജ്മെൻറ്റ് കോഴ്സസ് എടുത്ത് ഒരു കരിയർ ബിൽഡ് ചെയ്യാനാണ് ഡ്രീമെങ്കിൽ മേക്ക് ഷുവർ ഒന്നുകിൽ നിങ്ങൾ അവിടുത്തെ ഏറ്റവും ഹൈലി റാങ്ക്ഡ് ഹൈലി റേറ്റഡ് യൂണിവേഴ്സിറ്റി ആൻഡ് പ്രോഗ്രാം തന്നെ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഹൈലി സ്കിൽഡ് ആയിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല ജോബ് സീക്കിംഗ് സ്കിൽസും ഉണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രാവർത്തികമാകുകയുള്ളൂ. MBA in UK വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. ആ ടോപ്പിക്കിനെ കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ പബ്ലിഷ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യേ. കമോൺ, put some comment in the comment box. Fifth in the segment is engineering management. UK എക്കണോമിയിലേക്ക് 645 ബില്യൺ പൗണ്ട്സ് ആണ് ഓരോ വർഷവും എഞ്ചിനീയറിംഗ് സെഗ്മെൻറ്റിൽ നിന്ന് കോൺട്രിബ്യൂഷൻ വരുന്നത്. സോ അത്രയധികം എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് ലൈവായിട്ട് UK റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിന് എഞ്ചിനീയേഴ്സ് മാത്രം പോരാ, ഈ എഞ്ചിനീയേഴ്സിനെ ഗൈഡ് ചെയ്യണമെങ്കിലും ലീഡ് ചെയ്യണമെങ്കിലും എഞ്ചിനീയറിംഗിൻ്റെ ലെവലിൽ തന്നെ മാനേജറിക്കൽ സ്കില്ലുള്ള എഞ്ചിനീയേഴ്സ് വേണം. സോ ദാറ്റ് മീൻസ് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റിന് നല്ല സ്കോപ്പുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ മാനേജറിക്കൽ ലെവലിലോട്ട് പോകേണ്ട റോൾസാണ്. അതുകൊണ്ട് തന്നെ ഫ്രഷേഴ്സിന് ഇത് അത്ര ഒരു നല്ല റോളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 ഇയർ എങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, കുറച്ച് മാനേജറിക്കൽ സ്കില്ലുണ്ട്, കുറച്ച് ലീഡർഷിപ്പ് സ്കില്ലുണ്ടെന്ന് തോന്നുന്നവർ ഈ ഒരു കോഴ്സ് എടുക്കുന്നതാവും നല്ലത്. ടോപ്പ് പേ റിക്രൂട്ടേഴ്സ് ഈ സെഗ്മെൻറ്റിൽ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റോൾസ് റോയ്സ്, BAE സിസ്റ്റംസ്, ജാഗ്വർ, ലാൻഡ് റോവർ, സീമെൻസ്. ആവറേജ് ഗ്രാജുവേറ്റ് സാലറീസ് വരുന്നത് 50,000 to 1 lakh പൗണ്ട്സ് പെർ ആനുമാണ്. ഫ്യൂച്ചർ സ്കോപ്പ് നോക്കുകയാണെങ്കിൽ 2035 വരെ അറൗണ്ട് ഒരു 20% എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റ്സിൻ്റെയാണ് റിക്വയർമെൻറ്റ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. സിക്സ്ത് ഈസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. 2 റീസൺസ് ആണ് ഈ സെഗ്മെൻറ്റിനെ അത്രയും ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. UK-യിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT സെഗ്മെൻ്റ് ആണ്, ടെക് സെഗ്മെൻറ്റ്. ഇത് ഓരോ വർഷം കഴിയുന്നതോറും 7x ടൈംസ് വരെയാണ് ഗ്രോ ചെയ്യാനുള്ള സാധ്യത ഉള്ളതെന്നാണ് റീസെൻറ്റ് സ്റ്റാറ്റ്സ് കാണിക്കുന്നത്. ഇനി സെക്കൻഡ് റീസൺ 2023 മാത്രം UK-യിലെ ടെക് സെഗ്മെൻറ്റിലെ സ്റ്റാർട്ടപ്സ് റേസ് ചെയ്തത് 23 ബില്യൺ പൗണ്ട്സ് ആണ്. സോ ദാറ്റ് ഈസ് വെരി വെരി ബിഗ്. സോ അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആ ഒരു സെഗ്മെൻറ്റിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഫ്യൂച്ചറും അങ്ങനെ തന്നെയാണ്. ടോപ്പ് എംപ്ലോയേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക്, ഫിൻടെക്, അതുപോലെ തന്നെ മറ്റ് സ്റ്റാർട്ടപ്സ്. ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ മെറ്റ അതിനകത്ത് പറയുന്നതായിരിക്കും ഒന്നുകൂടെ. ആവറേജ് സാലറീസ് 45,000 pounds to 1 lakh pounds ആണ് ആനുവൽ ഗ്രാജുവേറ്റ് സാലറീസ് ആയിട്ട് വരുന്നത്. ഫ്യൂച്ചർ സ്കോപ്പ് 2030 കൂടി 1 മില്യൺ ടെക് ജോബ്സ്, ന്യൂ ടെക് ജോബ്സ് ആണ് ഇതിനോടകം ഉണ്ടാവുമെന്ന് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. 1 മില്യൺ മീൻസ് 10 ലക്ഷം. That's a very big number. 7th in the list is mechanical and automotive engineering. 2 റീസൺസ് ആണ് ഈ ഒരു സെഗ്മെൻറ്റിലെ ഇത്രയും സ്കോപ്പ് നമുക്ക് വെളിവാക്കി തരുന്നത്. ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ആണ് വേൾഡ് ഫേമസ് ഓട്ടോമോട്ടീവ് ബ്രാൻഡ്സ് ആയിട്ടുള്ള റോൾസ് റോയ്സ്, ബെൻലി, ജാഗ്വർ, ലാൻഡ് റോവർ തുടങ്ങിയ കമ്പനീസിൻ്റെ ഹോം. രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 645 ബില്യൺ പൗണ്ട്സ് ആണ് UK ഗവൺമെൻറ് ഓട്ടോമോട്ടീവ് സെഗ്മെൻറ്റിലെ EV ഇലക്ട്രിക്കൽ ആ ഒരു സെഗ്മെൻറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ സെഗ്മെൻറ്റ്സിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉറപ്പായിട്ടും ഹെവി ആയിരിക്കും. ടോപ്പ് റിക്രൂട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടെസ്ല, BMW, മക്ലാരൻ, എയർബസ്, BAE സിസ്റ്റംസ്. ആവറേജ് ഗ്രാജുവേറ്റ് സാലറീസ് വരുന്നത് അറൗണ്ട് 40,000 pounds to 85,000 pounds പെർ ഇയർ ആണ്. ഇലക്ട്രിക്കൽ കാർ സെഗ്മെൻറ്റിൽ മാത്രം വരുന്ന ഒരു 5 to 7 ഇയേഴ്സിനകത്ത് അറൗണ്ട് 50,000 പ്ലസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പുതിയതായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ വെരി പ്രോമിസിംഗ് സെഗ്മെന്റ്. നമ്പർ 8 ഇൻ ദ ലിസ്റ്റ് ഈസ് റിന്യൂവബിൾ എനർജി ആൻഡ് സസ്റ്റൈനബിലിറ്റി. UK മാത്രമല്ല ഗ്ലോബലി ഈ 2 സെഗ്മെന്റ്സിലേക്ക് ഹെവി ആയിട്ടാണ് എല്ലാ കൺട്രിയും മേജർ ഇൻഡസ്ട്രീസും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ
ഫോസിൽ ഫ്യൂവൽസും അതുപോലുള്ള നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം തന്നെ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നാച്ചുറലായിട്ട് അവൈൽ ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസിലേക്ക് കൂടുതൽ കൺട്രീസും കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി ആ സെഗ്മെൻറ്റിൽ നാച്ചുറലി ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കൂടും. അതിനോടൊപ്പം തന്നെ യു കെയിൽ ഈ സെഗ്മെൻറ്റിൻ്റെ ഗ്രോത്തിന് 2 മേജർ റീസൺ ആണ്. ഫസ്റ്റ് റീസൺ യു കെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗോള് തന്നെയാണ് 2050 കാർബൺ ന്യൂട്രൽ ആകുക എന്നുള്ളത്. സോ ജസ്റ്റ് ഇമാജിൻ ഹൗ മച്ച് യു കെ ഗവൺമെൻറ് ഈസ് ഗോയിങ് ടു ഇൻവെസ്റ്റ് ഇൻ ദിസ്. ഫസ്റ്റ് പറഞ്ഞ റീസണിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് സെക്കൻഡ് റീസൺ. അതിനെ വാലിഡേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഓൾറെഡി 30 ബില്യൺ പൗണ്ട്സ് ആണ് യു കെ ഗവൺമെൻറ് വിൻഡ് എനർജി, സോളാർ എനർജി, ഹൈഡ്രജൻ എനർജി തുടങ്ങിയ സെഗ്മെൻറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിലുള്ള മേജർ റിക്രൂട്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഷെൽ, BP, ടെസ്ല, യു കെ ഗവൺമെൻറ് ആൻഡ് നാഷണൽ ഗ്രിഡ്. ആവറേജ് ഗ്രാജുവേറ്റ് സാലറീസ് വരുന്നത് അറൌണ്ട് 40,000 to 85,000 പൗണ്ട്സ് പെർ ആനമാണ്. ഫ്യൂച്ചർ ഗ്രോത്ത്, അതായത് ഫ്യൂച്ചർ സ്കോപ്പ് ഇതിനെ കാണിക്കുന്നത് 2030 to 2035 ടൈമിനുള്ളിൽ തന്നെ ഈ സെഗ്മെൻറ്റിലേക്ക് മാത്രം അറൌണ്ട് 3 lakh പ്ലസ് ജോബ്സ് ഷുവർ ഷോട്ട് ആയിട്ട് ഓപ്പൺ അപ്പ് ആവുക എന്നുള്ളതാണ്. നമ്പർ 9 ഇൻ ദ സെഗ്മെന്റ് ഈ സിവിൽ ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. ഈ സെഗ്മെന്റിന്റെ ഗ്രോത്ത് മനസ്സിലാക്കണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ ഒബ്സർവ് ചെയ്താൽ മതി. ഏകദേശം 645 ബില്യൺ പൗണ്ട്സിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ആണ് ഓൾറെഡി യു കെയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്മാർട്ട് സിറ്റി പ്രൊജക്ട്സും ഹൈ സ്പീഡ് റെയിൽ പ്രൊജക്ട്സും അതുപോലെ തന്നെ ഹൗസിങ്ങിനുള്ള ഹൈ ഡിമാൻഡും എല്ലാം സൂചിപ്പിക്കുന്നത് ഈ സെഗ്മെന്റിലുള്ള എഞ്ചിനീയേഴ്സിനുള്ള സ്ട്രോങ് ഡിമാൻഡിനെ കുറിച്ചാണ്. ഈ സെഗ്മെന്റിലെ ടോപ്പ് റിക്രൂട്ടേഴ്സിനെ നമുക്ക് നോക്കാം. എറുബ്, മോട്ട്, മക്ഡൊണാൾഡ്, ബൾഫോർ ബ്രിട്ടി, എയ്കോം. ആവറേജ് ഗ്രാജുവേറ്റ് സാലറീസ് വരുന്നത് 40,000 പൗണ്ട്സ് to 90,000 പൗണ്ട്സ് പെർ ആനമാണ്. ഫ്യൂച്ചർ സ്കോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഇത്രയും പ്രൊജക്ട്സ് റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രസന്റ് സ്കോപ്പ് ഇത്രയും തന്നെ ഉണ്ട്. അത് ഓരോ വർഷം കഴിയുന്നതോറും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നോർമൽ ഗ്രോത്ത് റേറ്റിനേക്കാളും ഒരു 2030 തൊട്ട് 2035 വരെ 30% അധികം ഗ്രോത്ത് റേറ്റും ഓൾറെഡി പ്രൊജക്റ്റഡ് ആണ്. സോ ഇതെല്ലാം വിരൽ ചൂണ്ടുന്ന സിവിൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ വേരിയസ് ബ്രാഞ്ചസ് ആയിട്ടുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ടൗൺ പ്ലാനിംഗ്, ആർക്കിടെക്ചർ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ വമ്പൻ സ്കോപ്പാണ് യു കെയിലുള്ളത്. നമ്പർ 10 ഇൻ ദ ലിസ്റ്റ് ഈസ് ഹെൽത്ത് കെയർ ആൻഡ് പബ്ലിക് ഹെൽത്ത്. നേഴ്സിംഗും ഹെൽത്ത് കെയർ സെഗ്മെന്റിലുമാണ് ഈ സെഗ്മെന്റിലെ മജോറിറ്റി ജോബ്സും അവൈലബിൾ ആയിട്ടുള്ളത്. ആസ് പെർ സ്റ്റാറ്റ്സ് 2024 തന്നെ ഏകദേശം 40,000 നേഴ്സസിന്റെയാണ് യു കെയിൽ ഷോർട്ടേജ് ഉള്ളത്. ആൻഡ് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് യു കെയിലെ NHS ആണ് 5th ലാർജസ്റ്റ് എംപ്ലോയർ ഇൻ ദ വേൾഡ്. ഈ സെഗ്മെന്റിലെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. NHS, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആൻഡ് കെയർ ഹോംസ്. ആവറേജ് സാലറീസ് വരുന്നത് 30,000 പൗണ്ട്സ് to 70,000 പൗണ്ട്സ് പെർ ആനം റേഞ്ചിലാണ്. ഹെൽത്ത് കെയർ ഫീൽഡിലും അതുപോലെ തന്നെ നേഴ്സിംഗ് ഫീൽഡിലും ഓരോ 10 വർഷം കൂടുമ്പോൾ, അതായത് എവറി ഡെക്കേഡ് കഴിയുമ്പോഴും 25% അധികം പുതിയ ജോബ്സ് ആണ് കമ്പയർഡ് ടു പ്രീവിയസ് ഇയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് വെരി ഹ്യൂജ് ഇൻ നമ്പർ. പിന്നെ നമുക്കറിയാം ഹെൽത്ത് കെയർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ജോലിക്ക് ആളെ വേണ്ട ഒരു സെഗ്മെന്റ് ആണ്. സോ ദാറ്റ് ഈസ് അനദർ ബിഗ് സെഗ്മെന്റ് യു ക്യാൻ ലുക്ക് ഫോർ. സോ ലെറ്റ്സ് കൺക്ലൂഡ് ദിസ്. ഒരു ഹൈ സാലറീഡ് കരിയറാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ബിസിനസ് അനലിറ്റിക്സ്, MBA, AI, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ കരിയേഴ്സാണ് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. ഇനി ജോബ് സെക്യൂരിറ്റി ആണ് നോക്കുന്നെങ്കിൽ ഹെൽത്ത് കെയർ സെഗ്മെന്റ്, സിവിൽ എഞ്ചിനീയറിംഗ്, റിന്യൂവബിൾ എനർജി തുടങ്ങിയ സെഗ്മെന്റ് ആണ് ഏറ്റവും നല്ല ജോബ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റഡി ഇൻ UK കുറിച്ചുള്ള നമ്മുടെ കംപ്ലീറ്റ് വീഡിയോ ഉണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. മറ്റ് പല കൺട്രീസിനെ കുറിച്ചും ഒന്ന് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി വിസിറ്റ് അവർ പ്ലേലിസ്റ്റ്. ഒരുമാതിരിപ്പെട്ട എല്ലാ കൺട്രീസിൻ്റെയും ഡീറ്റെയിൽഡ് ഇൻഡെപ്ത് വീഡിയോ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു 1-2 യൂണിവേഴ്സിറ്റിയോ 1-2 കൺട്രിയോ പുഷ് ചെയ്യാതെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു 1-on-1 ഡീറ്റെയിൽഡ് കൗൺസിലിംഗ് ആഗ്രഹിക്കുന്നെങ്കിൽ യു ക്യാൻ ബുക്ക് ഫോർ എ ഫ്രീ 1-on-1 കൗൺസിലിംഗ് വിത്ത് അസ്. അതിനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇനി ജോബ്സ് ആൻഡ് കരിയറിൽ നിങ്ങൾ അത്രയധികം ഫോക്കസ്ഡ് ആണെങ്കിൽ നമ്മുടെ ഓവർസീസ് മാസ്റ്റർ ക്ലാസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദാറ്റ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 50% സ്റ്റുഡൻസും UK എന്നല്ല ഏത് കൺട്രി പോയിട്ടും ആഫ്റ്റർ 2022 വളരെയധികം സ്ട്രഗ്ലിംഗ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് നല്ലൊരു ഹൈ പേയിങ് ജോബിലെത്താൻ എത്ര ചലഞ്ചിങ് ജോബ് മാർക്കറ്റിംഗിൽ ആണെങ്കിലും
എങ്ങനെ ഒരു ഹൈ പേയിങ് ഗുഡ് കരിയറിൽ പഠിച്ച മേഖലയായിട്ട് ബന്ധപ്പെട്ട് എത്തിപ്പെടാം എന്നുള്ളതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കുന്ന സെഷനാണ് ഓവർസീസ് മാസ്റ്റർ ക്ലാസ്. സോ ഇഫ് യു ആർ സീരിയസ് അബൌട്ട് യുവർ കരിയർ യു ക്യാൻ രജിസ്റ്റർ ഫോർ ദാറ്റ് ഓൾസോ. അതിനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യു ക്യാൻ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് യു ക്യാൻ സബ്സ്ക്രൈബ് ദിസ് ചാനൽ. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് this and see you in another video.